ബിഗ് ബോസ് മലയാളം സീസൺ 7 അവസാനിക്കാൻ 6 ദിവസം മാത്രം ശേഷിക്കെ ഫൈനൽ 5 ആരാണെന്നും കപ്പ് ഉയർത്താൻ പോകുന്നത് ആരാണെന്നും അറിയാനായി ആക്ഷമരായി കാത്തിരിക്കുകയാണ് ബിഗ് ബി പ്രേക്ഷകർ. അതിനിടയിൽ PR ടീമുകളുടെ പ്രവൃത്തികളും വോട്ട് മറിക്കലുമെല്ലാം ഒരു വശത്ത് നടക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം അനുവിനെ അനീഷ് പ്രപ്പോസ് ചെയ്ത ശേഷം ബിഗ് ബോസ് ഹൗസിലെ ലവ് ട്രാക്കുകൾ വീണ്ടും ചർച്ചാ വിഷയമായി മാറിയിട്ടുണ്ട്. ബിഗ് ബോസ് ഹൗസിൽ വെച്ച് ആരെയും പ്രണയം പറഞ്ഞാൽ പ്രേക്ഷകർ അത് ഹൗസിൽ പിടിച്ചു നിൽക്കാനും വോട്ട് നേടാനുമുള്ള സ്ട്രാറ്റജിയായി മാത്രമേ കാണൂ. അനീഷ് അനു ലവ് ട്രാക്കും അതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക ബിഗ് ബി പ്രേക്ഷകരും ഗെയിമായിട്ടാണ് കണ്ടിരിക്കുന്നത്. ബിഗ് ബോസ് ഹൗസിലെ പ്രണയങ്ങളെക്കുറിച്ചും ഗെയിമുകളെക്കുറിച്ചും PR-കളെക്കുറിച്ചും മുൻ ബിഗ് ബോസ് താരം ദിയ സനയും മലയാളി ഹൗസ് താരം തിങ്കൾ ബാലുവും മനസ്സ് തുറക്കുന്നു. മൈൽ സ്റ്റോൺ മേക്കേഴ്സ് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു ഇരുവരും. ഞാൻ മലയാളി ഹൗസ് കണ്ടിട്ടില്ല. ബിഗ് ബോസിലേക്ക് പോയത് ദിയ സന പറഞ്ഞു തുടങ്ങി. ബിഗ് ബോസ് ഹിന്ദി കണ്ടിട്ടാണ് പോയത്. മലയാളി ഹൗസ് എന്ന ഒരു തരത്തിലും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടില്ല. എപ്പിസോഡുകളെല്ലാം മലയാളി ഹൗസിൻ്റെ ചെറിയ ചെറിയ ഷോർട്ട് വീഡിയോകൾ ഞാൻ കണ്ടിട്ടുള്ളത്. ഞാൻ എൻ്റേതായ ചില കണ്ടൻറ്റുകൾ കൊടുക്കാനാണ് ബിഗ് ബോസിൽ പോയത്. പിന്നീട് അവിടെ ചെന്നപ്പോഴാണ് മുട്ടയ്ക്കും പാലിനും വേണ്ടിയാണ് അടിയുണ്ടാക്കിയതെന്ന് മനസ്സിലായത്. സമരം വിളിക്കാനും അവകാശപ്പെട്ട ഒരാൾക്കും വേണ്ടിയാണ് ഞാൻ അവിടെ പോയത്. അതുപോലെ തന്നെ പേളി ശ്രീനിസ് പ്രണയം കണ്ടപ്പോൾ ഗെയിമാണെന്നാണ് ഞാൻ പറഞ്ഞത്. ഹൗസിനുള്ളിലും പുറത്തു വെച്ചാണ് അവരുടെ റിലേഷൻഷിപ്പ് സത്യമല്ല ഗെയിമാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. പക്ഷേ അവർ ഭയങ്കര ജെന്യൂനായിരുന്നു. അവരുടെ റിലേഷൻഷിപ്പും ഭയങ്കര നല്ലതായിരുന്നു. എന്നാൽ ഹൗസിനുള്ളിൽ ഞാൻ ആയിരുന്നപ്പോഴും ഞാൻ കണ്ട കാഴ്ചയിലും എല്ലാവരും ഗെയിമിന് വേണ്ടി വന്നവരായിരുന്നു. അതുകൊണ്ടാണ് അവരുടെ പ്രണയം ഞാൻ ഗെയിമായി മാത്രം കണ്ടത്. ശ്രീനി എൻ്റെ സുഹൃത്ത് കൂടിയായിരുന്നു. ഞങ്ങളുടെ സീസണിലെ PR ആ സീസണിൽ ഔട്ടായ മത്സരാർത്ഥിയോടായിരുന്നു. സാബു ചേട്ടൻ നന്നായി ഗെയിം കളിച്ചു തുടങ്ങിയപ്പോൾ പിന്തുണയ്ക്കാൻ രഞ്ജിനി ഹരിദാസ്, ശ്വേത ചേച്ചിയെല്ലാം സാബു ചേട്ടന് വേണ്ടി സംസാരിച്ചിരുന്നു. പേളിയുടെ കാര്യത്തിൽ എനിക്ക് സംശയമില്ലായിരുന്നു. അവർ പ്രണയത്തിൽ സീരിയസ് ആണെന്ന് കരുതിയിരുന്നു. എനിക്ക് സംശയം ശ്രീനിയായിരുന്നു. ശ്രീനിയെ പേഴ്സണലി എനിക്ക് അറിയാമായിരുന്നു. ശ്രീനിയുടെ പുറകെ കാര്യങ്ങളും അറിയാമായിരുന്നു. അതുകൊണ്ടാണ് ശ്രീനിയുടെ പ്രണയം വിശ്വസിക്കാതിരുന്നത്. പേളിയുടെ സംസാരത്തിൽ സത്യസന്ധത ഉണ്ടായിരുന്നു എന്നാണ് ദിയ സന പറഞ്ഞത്. എനിക്ക് പേഴ്സണലി രഞ്ജിനി ഹരിദാസിനെ അറിയാമായിരുന്നു. രഞ്ജിനി ഔട്ടായതോടെ ഞാൻ ബിഗ് ബോസിൻ്റെ ആ സീസൺ കാണുന്നത് നിർത്തി. കാരണം പേളിയുടെ കരച്ചിൽ കണ്ട് ഞാൻ മടുത്തു. ഞാനും പെട്ടെന്ന് ഇമോഷണലാകുന്നയാളാണ്. പക്ഷേ ഹോസ്റ്റലിൽ നിന്ന് വളർന്നതുകൊണ്ട് ഇമോഷണൽ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയാം. അമ്മയ്ക്കും പപ്പയ്ക്കും ഒപ്പം ഞങ്ങൾ മക്കൾക്ക് താമസിച്ചത് വെക്കേഷൻ സമയത്ത് മാത്രമാണ്. അപ്പോഴും ഞങ്ങൾ വേണ്ടി സമയം ചിലവഴിക്കാൻ അവർക്ക് കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പേളി നിരന്തരമായി കരയുന്നത് കണ്ടപ്പോൾ എന്തിനാണ് ഇങ്ങനെ കരയുന്നതെന്ന് തോന്നിപ്പോയി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.